എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. അതായത് ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു സർജറിക്ക് ശേഷം എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. നോർമലി എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു നോർമൽ സ്കിന്നാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് സ്കിന്ന് ഭയങ്കര മോശമായി. അപ്പോൾ ഒരു 2 മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, സെയിം കമ്പനിയുടെയാണ്. കാണുന്നുണ്ടാവും അല്ലേ? കാണുന്നുണ്ടോ? വെലേഡ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്കിൻ ഫുഡ് പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇത്. ഒരു ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ അടുത്തത് സെയിം കമ്പനിയുടെ ഒരു ലൈറ്റ് ഷെയ്ഡ് വെലേഡ. ഇതിൻ്റെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഏകദേശം നമ്മുടെ ഒരു $100 എന്ന് പറയുമ്പോൾ ഒരു 7,000 rupees ആവുന്നുണ്ട്. ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താണ്, കുറച്ച് മതി, കുറച്ച് നമ്മൾ കയ്യിലെടുക്കുക, മുഖത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ലൊരു ചെറിയൊരു നാരങ്ങയുടെയൊക്കെ ഒരു മണമുണ്ട് കേട്ടോ. കുറച്ചെടുത്താൽ മതി, ഒരുപാടൊന്നും നമ്മൾ എടുക്കണ്ട. അത് നന്നായിട്ട് ഈവനായിട്ട് തേച്ച് കൊടുക്കുക, നന്നായിട്ട് സ്കിന്നിൽ. ഓക്കെ, ഇതാണ് ഒരെണ്ണം. അടുത്തത് ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് നോർമൽ സ്കിന്നുകാർക്ക് ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര ഒരു ക്രീമി ആയിട്ട്, ക്രീമി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ചൊരു നല്ല ഒരു ഇങ്ങനെ ഒഴുകി പോണ ഒരു ടെക്സ്ചറാണേ. ഇതൊന്ന് അപ്ലൈ ചെയ്യുക. അതുണ്ടോ, ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും ഇതും ഭയങ്കരമായിട്ട്, ചില മോയ്സ്ചറൈസേഴ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ഒരു ഡ്രൈ സ്കിന്നായിട്ട് മാറിപ്പോവില്ലേ. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് നന്നായിട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഫൗണ്ടേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. എൻ്റെ ക്യാമറ കുട്ടി കൈ വേദനിച്ചിട്ടാണ് ഞാൻ ക്യാമറ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല റിസൾട്ടാണ് കേട്ടോ. ഒക്കെ ഉണ്ടോ, സ്കിന്ന് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ സൈഡിലുള്ള ഈ ലൈറ്റർ ഷെയ്ഡ് വന്നിട്ട് നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. മറ്റേത് ഏത് സ്കിന്നുകാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ.